അമ്മയുടെ കയ്യൊപ്പ് ഒരു ചെറിയ ഗ്രാമം. മണ്ണിന് നനവുള്ള തണുത്തൊരു മഴ പെയ്യുന്ന സന്ധ്യ. 19കാരനായ ഷാജി തന്റെ അമ്മയെ നഷ്ടപ്പെട്ടതിന്റെ ആഴമേറിയ നിസ്സംഗതയിൽ വാക്കുകളില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുകയായിരുന്നു. അവന്റെ ഓരോ ശ്വാസത്തിലും ആ വേർപാടിന്റെ നീറ്റൽ നിറഞ്ഞുനിന്നു. അമ്മയുടെ മരണശേഷം ആ വീടിന്റെ ഓരോ കോണും വേദനയുടെയും ശൂന്യതയുടെയും ഓർമ്മപ്പെടുത്തലായി മാറി. അടുക്കളയിൽ നിന്ന് അമ്മയുടെ കൈപുണ്യം വിളിച്ചോതിയ മസാലകളുടെ ഗന്ധം അപ്രത്യക്ഷമായി. രാവിലെ പതിവായി കേട്ടിരുന്ന ഉണർവിന്റെയും തിരക്കിന്റെയും ശബ്ദങ്ങൾ നിലച്ചു. അമ്മ എഴുതിയ പഴയ കുറിപ്പുകൾ, ഭിത്തിയിലെ ചിരിച്ച മുഖമുള്ള ഫോട്ടോകൾ, എല്ലാം അവനെ വേട്ടയാടി. ഓരോ നിമിഷവും അവൻ ആ ഓർമ്മകളുടെ ഭാരത്തിൽ ശ്വാസം മുട്ടി. ഒരു ദിവസം കാലപ്പഴക്കം ചെന്ന അലമാരയിലെ സാധനങ്ങൾ മാറ്റിവെക്കുമ്പോഴാണ് അവന്റെ കയ്യിൽ ഒരു പഴയ നോട്ടുപുസ്തകം തടഞ്ഞത്. പഴയ കടലാസിന്റെ മണം. പ്രതീക്ഷയില്ലാതെ അവൻ അത് വെറുതെ മറിച്ചുനോക്കി. അവസാനത്തെ താളിൽ അമ്മയുടെ നേർത്ത കയ്യൊപ്പിനൊപ്പം ഒരു കുറിപ്പ്. അമ്മയുടെ കൈയക്ഷരം. അവന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയതുപോലെ. നീ എപ്പോൾ നിരാശനായാലും ഈ കുറിപ്പ് വായിക്കണം. മോനെ, നീ ശക്തനാണ്. ജീവിതം നീ വിജയിക്കണം. ഞാൻ നിന്നെ കാണുന്നില്ലെങ്കിലും ഒരു നിഴൽ പോലെ ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ടാകും. നിന്റെ ശക്തിയായി, ധൈര്യമായി. അമ്മാക്ഷരങ്ങൾ അവ്യക്തമായി. അമ്മയുടെ കയ്യൊപ്പ് പതിഞ്ഞ ആ വാക്കുകളിലൂടെ അവന്റെ കാഴ്ച മങ്ങി. കണ്ണീർ തുള്ളികൾ ആ പഴയ കടലാസിൽ വീണു പടർന്നു. ആ ഒരു നിമിഷം അവന്റെ മനസ്സിൽ കെട്ടിനിന്നിരുന്ന ദുഃഖത്തിന്റെ അണക്കെട്ട് പൊട്ടിയൊഴുകി. അവൻ പൊട്ടിക്കരഞ്ഞു. പക്ഷേ ആ കണ്ണീരിന് ഒരു ഉപ്പുരസമല്ലായിരുന്നു, ഒരുതരം ആശ്വാസത്തിന്റെ കുളിരായിരുന്നു. അമ്മ വച്ചുപോയ ആ ഒറ്റ വരിയിലൂടെയാണ് ഷാജി വീണ്ടും ജീവിക്കാൻ തുടങ്ങിയത്. ആ വാക്കുകൾ അവൻ പുതിയ വെളിച്ചം നൽകി. അമ്മയുടെ അദൃശ്യമായ സാമീപ്യം അവൻ തിരിച്ചറിഞ്ഞു. ആ സ്നേഹം അവനെ പൊതിഞ്ഞുനിന്നു. സന്ദേശം: പ്രിയപ്പെട്ടവർ ഈ ലോകം വിട്ടുപോകുമ്പോൾ അവർ നമ്മുടെ കൺമുമ്പിൽ ഇല്ലാതാകുന്നു എന്നത് സത്യം. പക്ഷേ അവരുടെ സ്നേഹവും നല്ല ഓർമ്മകളും അവർ നമുക്ക് നൽകിയ പാഠങ്ങളും ഒരു ശക്തിയായി എന്നും നമ്മോടൊപ്പം തന്നെയുണ്ടാകും. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജ്ജം ആ ഓർമ്മകൾ നമുക്ക് നൽകും. ജീവിതം തുടരണം. കാരണം അവരുടെ സ്നേഹത്തിന് നാം നൽകേണ്ട ഏറ്റവും വലിയ വില ജീവിതത്തെ കരുതലോടെയും സ്നേഹത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ്.